നമസ്കാരം, ഞാൻ ഉണ്ണിച്ചോർ. വെൽക്കം ടു Omkv ഫിഷിംഗ്. അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി എങ്ങനെ, മീനല്ല, നമ്മുടെ കക്ക എന്ന് പറയില്ല. കക്ക ഒരു വലിയ മീനല്ല, ചെറിയ മീനാണ്. അപ്പോൾ നമ്മൾ കക്ക പിടിക്കാൻ വേണ്ടി വന്നെങ്ങനെ. കക്ക പിടിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ മുങ്ങി വാരി എടുക്കണത്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ സ്വന്തം ജിഫിനുണ്ട്. അപ്പോൾ ജിഫിൻ ഇറങ്ങിയിട്ട് അവൻ മുങ്ങി ഒക്കെ പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിഫിൻ നമുക്ക് വേണ്ടി കക്ക വാരാൻ വേണ്ടി, നമ്മൾ കക്ക മുങ്ങി എടുക്കുന്നതിനെ കക്ക വാരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ കക്ക വാരി എടുക്കാൻ വേണ്ടി ജിഫിൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിഫിനെ കൊണ്ട് നമുക്ക് ഇറങ്ങി കക്ക വാരി എടുക്കാം. നമ്മളിപ്പോൾ കക്ക വാരാൻ വേണ്ടി വന്നേക്കണത് ക്ലാപ്പിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെയാണ് ഈ സ്ഥലം. ഞാനൊക്കെ ഇറങ്ങി ഒരുപാട് മീൻ പിടിച്ചത്, നീന്താൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെ. ഇതാണ് നമ്മുടെ ക്ലാപ്പിച്ചാൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കക്ക നമുക്ക് കിട്ടി. കക്ക കിട്ടിയത് നമ്മൾ കുടത്തിലേക്ക് ഇട്ട ആ ഒരു സൗണ്ടാണ് ഇപ്പോൾ അവിടെ കേട്ടത്. സംഭവം വാരിയിട്ട് കുടത്തിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും. നമുക്ക് അധികം എന്താ പറയുക, ഇതില്ലാണ്ട് തന്നെ നമുക്ക് വാരി എടുക്കാൻ പറ്റും. പക്ഷെ മുങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇത്തിരി താഴ്ച ഉണ്ടാപ്പിച്ച് നമുക്ക് മുങ്ങി എടുക്കാൻ പറ്റും. അപ്പോൾ ജിഫിൻ അവിടെ കിടന്ന് നല്ലപോലെ വെള്ളത്തിൽ കിടന്ന് മുങ്ങി വാരുന്നുണ്ട്, കക്ക വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്ലേ ബട്ടൺ വീഡിയോ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ, പ്ലേ ബട്ടൺ ലൈഫ് സ്റ്റോറി വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ കാര്യവും എനിക്ക് മെഡിസിൻ്റെ കാര്യം. ഒരു 8,000 രൂപയോളം മെഡിസിനും പിന്നെ ഡോക്ടർ ഫീസ് എല്ലാം കൂടി ഒരു മാസം 10 രൂപ എനിക്ക് മാത്രം ചിലവ് വരും. പിന്നെ എൻ്റെ ഫാമിലി, അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയിട്ട് 4 മാസം ആകുന്നതേ ഉള്ളൂ. ബാക്കി ഒരു 6-7 മാസം ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊണ്ടാണ് ഞാൻ ചാനലിൻ്റെ എല്ലാ ചിലവുകളും വഹിച്ചിരുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് അധികം പൈസയൊന്നും കിട്ടുന്നില്ല. ഞാൻ 1 ലക്ഷം സബ്സ്ക്രൈബറായി, പ്ലേ ബട്ടൺ വാങ്ങി, അതിനുശേഷമാണ് ഞാനൊരു ബ്രാൻഡിനെ സമീപിച്ചതിന് ശേഷം. അപ്പം സാധാരണ ഒരു ബ്രാൻഡല്ല, നല്ല ക്വാളിറ്റിയുള്ള അക്മാർക്ക്. ഈ അക്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ടെസ്റ്റാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അതാത് ധാതുക്കളും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയും പരിശുദ്ധിയും ഒക്കെ അളക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ അക്മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്രൂവലുള്ള കമ്പനിയാണ് സാറാസ്. അങ്ങനെയുള്ളൊരു നല്ല കമ്പനി തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തതും നമ്മൾ അവരുടെ ആ പ്രോഡക്റ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. കാര്യം എനിക്ക് നമ്മുടെ പ്രോഗ്രാം കുറച്ചും കൂടി വലുതാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സ്പോൺസറിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് വലുതാക്കാൻ പറ്റില്ല. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ സത്യമായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ചെയ്തതെന്ന് വെച്ചാൽ. ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിനക്ക് വട്ടാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പം നിങ്ങൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സാറാസ് വാങ്ങി ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പൊടിയൊക്കെ വാങ്ങി പൊടിപ്പിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഞാൻ ഒരു കാര്യത്തിലും നിങ്ങളെ നിർബന്ധിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ജിഫിൻ കക്ക വാരി കുടം ഏതാണ്ടൊക്കെ നിറയാറായി. നമ്മൾ നിർത്താൻ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ തൊണ്ടിൻ്റെ അകത്തിരിക്കുന്ന മാംസമുള്ള മീനുകളുണ്ടല്ലോ, അത് ഞണ്ട്, ചെമ്മീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പൊതുവെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അധികം ഒന്നും വാരി കഴിക്കരുത്. കഴിച്ചെന്നാൽ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അറിഞ്ഞിട്ടുണ്ടോ? ഓ, അത്യാവശ്യം ഒക്കെ ഉണ്ട്. ഒരു മുക്കാൽ കൂടെ നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു 100 കക്ക ഉണ്ടെങ്കിൽ അവനൊരു 100 പ്രാവശ്യത്തിന് മുകളിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൾ പറഞ്ഞെന്താണെന്നറിയാമോ? കക്ക ഞാൻ വാരിത്തരാം, ഉണ്ണിച്ചേട്ടൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര സ്നേഹമുള്ളവർ, അവർ നിന്നെ ഫോളോ ചെയ്തോളൂ. ഞാൻ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫോളോ ചെയ്യണേ, നമ്മുടെ സ്വന്തം ചെക്കനാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിടാം. ആഹാ, ഓക്കെ. നമുക്ക് ശരിക്കും ഈ പാത്രം നിറച്ച് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ പുഴുങ്ങി എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വെക്കാവുന്നത്രേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ കക്കയുടെ ഒരു കുഴപ്പം. അപ്പം ഇനിയിപ്പം എന്താ പറയുക, ഇനി നമ്മുടെ കുക്കിംഗ് ടൈം. കൊച്ചിൻ്റെ കറ അപ്പം കക്ക നല്ലതുപോലെ നമ്മൾ കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറത്ത് കുറച്ച് ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെളിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് കക്ക പുഴുങ്ങിയെടുക്കാം. അപ്പോൾ കക്ക നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴുങ്ങാനായിട്ട് ഒരു ഇതിലേക്ക് മാറ്റണം. കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. മതി. 1 ഗ്ലാസ് വെള്ളം, അതിൽ ഇത്തിരി കൂടി കൂടുതൽ, അത്ര ഒഴിച്ചാൽ മതി. കക്കയുടെ അകത്തുനിന്ന് വെള്ളം വരും. അപ്പം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ചെറുതായിട്ട് തിളക്കണ്ട. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ അടിയിൽ കിടക്കുന്നത് മുകളിലേക്ക് വരും, മുകളിൽ കിടക്കുന്ന അടിയിലേക്ക് പോകും. കക്ക പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് തിളക്കുന്ന റെഡിയാണ്. ഓക്കെ, നല്ലോണം 2 പ്രാവശ്യം തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. പൊട്ടിയെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കക്ക പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങണത് നല്ലതായിരിക്കും. ഉപ്പിട്ട് പുഴുങ്ങിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഉപ്പിട്ടില്ല, നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. അമ്മ സിമ്പിൾ. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ കക്കയായിട്ട് പെറുക്കി മാറ്റി പുറത്തെടുക്കണോണ്ടാ. സംഭവം കക്ക ഇത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളതിങ്ങനെ തിരിഞ്ഞ് എടുക്കണം. അപ്പോൾ അത് തിരിഞ്ഞെടുക്കാൻ തന്നെ നല്ല പണിയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് കക്ക ഉണ്ടെങ്കിലേ കുറച്ച് കക്ക നമുക്ക് ഇറച്ചി കിട്ടുള്ളൂ. കക്ക ഉണ്ടെങ്കിലേ ഇറച്ചി കിട്ടുള്ളൂ. അപ്പോൾ ഈ കക്ക കൊണ്ടുവരുന്ന ഒരാൾ എന്താ പറയുക, അവർ പറയണ ആവശ്യത്തിന് തന്നെ സാധനം മേടിക്കണമെന്നല്ല. ഒരുപാട് നേരം വെള്ളത്തിൽ മുങ്ങിയാലേ കുറച്ച് കക്ക, അല്ല ഒരുപാട് കക്ക എടുത്താലേ കുറച്ച് കക്കയെങ്കിലും കിട്ടുള്ളൂ. ഒരു വീഡിയോയിലൊക്കെ തിന്നണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കക്ക പുഴുങ്ങി പൊളിച്ചു കഴിഞ്ഞ് ഇത്രയും കക്കയില്ല. ഞാൻ പറയില്ല, ഒരുപാട് കക്ക വാരിയിട്ട് ആകെ ഇത്രയല്ല. ഇതൊരു 100 രൂപയുടെ കക്ക ഉണ്ടാവും. പക്ഷെ നല്ല ഫ്രഷ്
കക്ക ആയതുകൊണ്ട് നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടി പൊളി ടേസ്റ്റ് ഒത്തി പറ. നല്ല ഫ്രഷ് കക്ക ആയതുകൊണ്ട് നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കക്ക ഒന്ന് വേവിക്കണം. കക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി, സാറാസിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി നമ്മൾ മുഴുവൻ ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കൊണ്ടുവന്നത് മുഴുവൻ ഇടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കക്ക വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ കക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വറുക്കാം. അപ്പോൾ കക്ക വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ കുറച്ച് സവാള ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. ഈ കക്കയിൽ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് വാടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്. സംഭവം ഇതിൽ കക്ക ഇറച്ചിക്ക് മീറ്റ് മസാല ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഗരം മസാല നമ്മൾ തീർച്ചയായിട്ടും ഇടേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഏലക്കയും ഇടുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അത് ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലോണം മൂത്തോളും. കക്ക ഫ്രൈ ആകുമ്പോഴേക്കും നല്ലോണം മൂത്തോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. മണമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കക്ക മസാലയിലേക്ക് ഇടുന്നതാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം. ഇതൊരു 1.5 ഫ്രൈ ആയിരിക്കും മോനെ. സംഭവം നമ്മുടെ കക്കക്ക് ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കക്ക നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ട് ഇത്തിരി വേപ്പില ഇട്ട് നമുക്ക് എടുക്കാം. അതേ കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നതാണ്. വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ എടുക്കണേണ്ട. ഓക്കെ, നമ്മുടെ കക്ക ഫ്രൈ റെഡിയാണ്. എടുത്ത് മാറ്റാൻ. ഓക്കെ, നല്ല അടിപൊളി ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ റെഡിയാണ്. അപ്പോൾ കക്ക
വെള്ളത്തിലിറങ്ങി വാരെ ജിഫിനെ കൊണ്ട് തന്നെ നമ്മൾ കഴിപ്പിച്ച് നോക്കണേന്ന്. കഴിക്കണം. കുറച്ചധികം വാരിയിടാം, എങ്കിലേ ടേസ്റ്റ് പറയാൻ പറ്റും. അടിപൊളി, സൂപ്പർ. വെള്ളത്തിറങ്ങി വാരി കൊണ്ടിരിക്കും. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, രക്ഷയില്ല. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുവാ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കക്ക ഫ്രൈ. എൻ്റെ പൊന്നെ, എരിവ് ഇത്തിരി കുറവാണ്, എന്നാലും പൊളിയാ. അധികം എരിവുള്ള ഉണ്ടാകാണ്ടിരിക്കണ നല്ലത്.